ഹായ് ഫ്രണ്ട്സ്, ഞാൻ അൽത്തു കാസർഗോഡാണ്. വീണ്ടും വീണ്ടും ഷാഫി പറമ്പിൽ തെളിയിക്കുകയാണ്, ഞാനാണ് മികച്ച നേതാവ്, എന്നെക്കാൾ നല്ലൊരു നേതാവ് ഇനി കേരളത്തിൽ വരാനില്ല, ഏറ്റവും അവസാനത്തെയും ആദ്യത്തെയുമായിട്ടുള്ള ഒരു നേതാവ് അത് ഞാൻ തന്നെയാണ്, എൻ്റെ പേര് ഷാഫി പറമ്പിൽ എന്ന് അങ്ങ് ഉറപ്പിക്കുകയാണ്. നോക്കുക, കൊറിയാടിൽ റോഡ് തകർന്ന് തരിപ്പണമാവുകയാണ്. അതിനെക്കുറിച്ച് ആരും മിണ്ടാത്ത സമയത്താണ് ഷാഫി പറമ്പിലിൻ്റെ ഒരു തീപ്പൊരി പ്രസംഗം. ആ പ്രസംഗം ഞാൻ ഇവിടെ സൈഡിൽ വെച്ച് തരാം. കടക്കുന്നതിന് മുമ്പ് ചെറിയ കാര്യം പറയുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി എന്ത് ചെയ്യുന്നുണ്ട്? മുഖ്യമന്ത്രി പറയുകയാണ്, തകർന്ന റോഡ് ശരിയാക്കാനുള്ള ബാധ്യത ഉള്ളത് ഞങ്ങൾക്കല്ല, അത് കേന്ദ്രത്തിനാണെന്ന് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. അപ്പോഴാണ് ഷാഫി പറമ്പിലിൻ്റെ തീപ്പൊരി പ്രസംഗം വരുന്നതും ആ പ്രസംഗത്തിന്റെ താഴെ എല്ലാ കമന്റും അടുത്ത ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകണം, ഷാഫി പറമ്പിൽ മുഖ്യമന്ത്രിയാകണം, ഇങ്ങനെയൊക്കെയുള്ള കമന്റാണ് വരുന്നത്. കമന്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ പാർട്ടിക്കാരും, CPM-കാരായാലും BJP-കാരായാലും UDF-കാരായാലും മുസ്ലിം ലീഗുകാരായാലും എല്ലാവരും കമന്റ് ഇടുന്നത് ഷാഫി പറമ്പിൽ വേണം മുഖ്യമന്ത്രിയാവാൻ. ഷാഫി പറമ്പിലിനെ പോലത്തെ നേതാക്കൾ മുഖ്യമന്ത്രിയായാൽ സാധാരണക്കാർക്ക് ജീവിച്ചു പോകാം. അപ്പൊ ഏതായാലും നമുക്ക് ഷാഫി പറമ്പിലിന്റെ ആ ഒരു പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, അതിനുശേഷം കുറച്ചും കൂടി സംസാരിക്കാം. കുരിയാടുണ്ടായതും ഇപ്പൊ കാസർഗോഡ് നിന്ന് കാണിച്ചതോ അല്ലെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് കാണിച്ചതുമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഞങ്ങളിപ്പോൾ വടകര MLA ഇവിടെ കൂടെ നിൽക്കുന്നുണ്ട്. ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവർ സോയിൽ നെയിലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണ്ണമായും ഇടിഞ്ഞ് പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിയിട്ട് ഒരു കൊല്ലമായി. ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. അതിന്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആ ടെക്നോളജി തന്നെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്ഥലം കൂടി അക്വയർ ചെയ്തിട്ട് അത് NHAയുടെ ഭാഗമാക്കിയിട്ടില്ലെങ്കിൽ അവിടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലവും വീടും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. കുന്നിയോർ മലയിലെ പ്രശ്നങ്ങൾ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തതല്ലേ? എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവുന്നുണ്ടോ? ഇതിപ്പോൾ പൂർണ്ണമായും പണി കഴിഞ്ഞ് റീൽസ് എടുത്ത വീഡിയോ പിന്നെ റോഡ് ആയതുകൊണ്ടാണ് അത് ഇത്രയും ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒറ്റപ്പെട്ട സംഭവമല്ല. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു വലിയ സൗകര്യങ്ങളിലേക്കുള്ളൊരു യാത്രയാണെന്ന് വിചാരിച്ചിട്ടാണ് ജനങ്ങൾ ക്ഷമിക്കുന്നത്, എല്ലാവരും കാത്തിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യണ്ടേ? ഇപ്പം അത് ഈ കഴിഞ്ഞ 2 മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി, കടകളിൽ വെള്ളം കയറി, ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല, ഡ്രെയിനേജിൻ്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. സോയിൽ നെയിലിംഗ് നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല, അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും അഡ്വാൻസായി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ട് കയറാനാണ് ശ്രമിച്ചത്. ഇപ്പം അവർ പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞ് താഴ്ന്നു വീണു. ഇപ്പം കുരിയാടുണ്ടായത് എന്താ? ഞാൻ പറയുന്നത്, ശരിക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത് റോഡും പാലോ അല്ലെങ്കിൽ പിന്നെ സൈഡ് ഭിത്തി മാത്രമല്ല, ഇതിനെ സംബന്ധിച്ചുള്ള മുഴുവൻ അവകാശവാദങ്ങളും കൂടിയാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ മത്സരമാണ് ക്രെഡിറ്റ് എടുക്കാൻ, തെരുവിൽ ഫ്ലെക്സിന്റെ ഉത്സവമാണ് ക്രെഡിറ്റ് എടുക്കാൻ. പക്ഷെ ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ ആരുമില്ല. അപ്പോൾ ഇത് എൻ്റെ അല്ല അവൻ്റെ ആണെന്ന് പറഞ്ഞ് പരസ്പരം പഴി ചാരുക. എന്തായാലും ജനങ്ങൾ ദുരിതത്തിലാണ്. ഇത് പ്രോപ്പറായി ജനങ്ങളെ കേൾക്കാൻ, ജനപ്രതിനിധികളെ കേൾക്കാൻ, ലോക്കൽ ബോഡിയിലെ ആളുകളെ കേൾക്കാൻ ഇവർ തയ്യാറാവണം. ഒരു തരം ധിക്കാരം നിറഞ്ഞ സമീപനമാണ് പല കാര്യങ്ങളിലും ഉണ്ടാവുന്നത്. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ ഇല്ല. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെ പലപ്പോഴും നടപ്പിലാക്കുന്നില്ല. ഞാനിപ്പോൾ ഇന്ന സ്ഥലങ്ങളെല്ലാം വീണ്ടും സന്ദർശിക്കുന്നുണ്ട്. ഞങ്ങളിത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ടത് അഡ്രസ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത മഴയായി. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ? എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും മിണ്ടാത്തത് വലിയൊരു സൗകര്യം വരട്ടെ, താൽക്കാലികമുള്ളൊരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളും വേറെ ഒരു തരത്തിലുള്ള പ്രതിഷേധത്തിനും പോവാത്ത അതിൻ്റെ പേരില്ല. പക്ഷെ അതിങ്ങനെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്നുള്ള രീതിയിൽ അതിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക. അപ്പൊ ഈ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിക്കുന്നവർ ഇതിന്റെ ഉത്തരവാദിത്വം എടുക്കാൻ തയ്യാറാവണം. ജനങ്ങളുടെ ദുരിതത്തിന് ഉത്തരവാദിത്വവും മറുപടിയും പറയാൻ തയ്യാറാവണം. പിന്നെ വേണ്ടേ? അല്ല, അവരുടെ അന്വേഷണം നടത്തുമ്പോഴത്തേക്കും അവരെന്താ പറഞ്ഞതിൽ ഒരു പാളിച്ച ഉണ്ടായിട്ടില്ല. ഒരു പാളിച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കോടികൾ ഇങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോകുന്ന കണ്ടു വരുമോ? മണ്ണല്ലല്ലോ ഇടിഞ്ഞു പോകുന്നത്, ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ചെലവഴിച്ച കോടികളല്ലേ. ഞാൻ അത് റിസ്റ്റോർ ചെയ്യണമെങ്കിൽ എത്ര പൈസ വേണ്ടി വരും? നോക്കുക, എന്തൊരു മനോഹരമായ വാക്കുകളാണ് ഷാഫി പറമ്പിലിൻ്റെ വാക്കുകൾ. സാധാരണക്കാരായ മനുഷ്യന്മാർക്ക്, നമ്മളെപ്പോലെ അന്നേക്ക് ജീവിക്കുന്ന സാധാരണക്കാർക്ക് പറയാനുള്ളതാണ് ഷാഫി പറമ്പിൽ അവിടെ പറയുന്നത്. ഒരു റോഡ് തകർന്നാലുള്ള പ്രശ്നം എന്താണെന്ന് ഒരു വണ്ടി കൊണ്ടുപോകുന്ന, സാധാരണ ഒരു ബൈക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർക്കറിയാം. അതായത് നമുക്കിപ്പോൾ അപ്പുറത്തെ റോഡിലേക്ക് പോകണമെങ്കിൽ ആ റോഡ് ഇല്ല എങ്കിൽ
പിന്നീട് എങ്ങോട്ടെല്ലാം കറങ്ങിയാണ് നമ്മൾ എത്തിപ്പെടേണ്ട അടുത്തേക്ക് എത്തിപ്പെടുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 100 രൂപയുടെ പെട്രോളിൽ എത്തേണ്ട സ്ഥലത്തേക്ക്, അതായത് 500 രൂപയുടെ പെട്രോളാണ് വണ്ടിക്കിടേണ്ടി വരുന്നത്. നോക്കുക, ഇതൊരു 3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ള, അതായത് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ഓക്കെ, ഒരാഴ്ച നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തു പോകാം. ഇതങ്ങനെയല്ല, ഇത് എൻ്റെ പണിയല്ല, ഇത് മറ്റോൻ്റെ പണിയാണ്, ഇത് അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറിയാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പിലിനെ പോലെ നട്ടലുള്ള ആണുങ്ങളെയാണ് നമുക്ക് വേണ്ടത്. അവൻ ഏത് പാർട്ടിയിൽ മത്സരിച്ചോളട്ടെ, ഏത് ചിഹ്നത്തിൽ മത്സരിക്കട്ടെ, നമുക്ക് വേണ്ടത് എന്താണ്? സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്തെങ്കിലും പറഞ്ഞ് സംസാരിച്ചാൽ ആരെങ്കിലും കേൾക്കോ? ഇല്ല. ഇപ്പോൾ ഷാഫി പറമ്പിലിനെ പോലത്തെ ആൾക്കാർ സംസാരിച്ചാലാണ് 4 ആൾ കേൾക്കുന്നത്. അപ്പോൾ നോക്കുക, ഷാഫി പറമ്പിലിനറിയാം ഞാൻ സംസാരിച്ചാൽ 4 ആൾ കേൾക്കും, അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, കൊറിയാളിൽ റോഡ് അപകടം സംഭവിക്കുമ്പോൾ ആരൊക്കെ വന്ന് സംസാരിച്ചു? നമ്മളത് കാണും. ഏത് പാർട്ടിയിലുള്ള ആൾക്കാരൊക്കെ വന്ന് സംസാരിച്ചു? കേരളത്തിലത്തെ 20 എംപിമാരില്ലേ, അതിൽ എത്ര എംപിമാരാണ് വന്ന് സംസാരിച്ചത്? അതൊക്കെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ കാര്യം ഞാനിവിടെ ചർച്ച ചെയ്യാനുള്ള കാരണം, എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ അവിടെ ഷാഫി പറമ്പിലുണ്ട്. അതിപ്പോൾ ഏത് ട്രിവാൻഡ്രത്തായിക്കൊള്ളട്ടെ, കാസർഗോഡിലായിക്കൊള്ളട്ടെ, എറണാകുളത്തായിക്കൊള്ളട്ടെ, കണ്ണൂരിലായിക്കൊള്ളട്ടെ, ഈ സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയൊരു അപകടം സംഭവിച്ചാൽ അവിടെ ആദ്യം എത്തുന്നത് ഷാഫി പറമ്പിലാണ്. എന്തിനു വേണം? ഇപ്പോൾ ഞാൻ എല്ലാ റിലീജിയനെ കുറിച്ച് പറയുകയാണ്. മുസ്ലിം വിഭാഗത്തിൻ്റെ പെരുന്നാൾ വരുമ്പോഴും, ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ ഈസ്റ്റർ, ക്രിസ്മസ് വരുമ്പോഴും, ഹൈന്ദവ വിഭാഗത്തിൻ്റെ അതായത് വിഷു, ഓണം പോലത്തെ ആഘോഷങ്ങൾ വരുമ്പോഴും ആദ്യം അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് അതാണ് ഷാഫി പറമ്പിലാണ്. അതാണ് ഷാഫി പറമ്പിൽ എല്ലാ മതത്തിற்கும், അതായത് എല്ലാ മതസ്ഥർക്കും ആ ഒരു ഈസ്റ്റർ വരുമ്പോഴും, പെരുന്നാൾ വരുമ്പോഴും, വിഷു വരുമ്പോഴൊക്കെ ഒരു ആശംസാ വീഡിയോകൾ, അതിൻ്റെ ഒക്കെ, അത് ചെറിയ വീഡിയോകളൊന്നുമല്ല, നല്ല പഠിച്ചുകൊണ്ട് അതിനൊരു കുറഞ്ഞത് ഒരു 5 മിനിറ്റ് ഒക്കെ ഇട്ടൊരു വീഡിയോസാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ജനങ്ങൾക്ക് ചുറ്റുമുള്ളത് ഷാഫി പറമ്പിലാണ്, വേറെ ആരുമല്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഷാഫി പറമ്പിലിനെ പോലെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവയെ നമ്മൾ വിജയിപ്പിച്ച് വിടുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ.